പിന്നെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന ഡിഗ്രി പ്രിലിമിനറി എക്സാം, അതായത് ഗ്രാജുവേറ്റ് ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ പേപ്പറാണ്. അതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പ്രൊവിഷണൽ ആൻസർ കീ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, പേൾ ഹാർബർ ആക്രമണം, വിയറ്റ്നാം യുദ്ധം, നാറ്റോയുടെ രൂപീകരണം, മ്യൂണിക് സമ്മേളനം. ആൻസർ എന്താണ് വരിക? 1, 3, 4 ആണ് കേട്ടോ. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, പിന്നെ എന്താണ് വിയറ്റ്നാം യുദ്ധം, പിന്നെ എന്താണ് നാറ്റോ രൂപീകരണം. എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മുഗൾ വാസ്തുവിദ്യയെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഫത്തേപൂർ സിക്രിയിൽ കോട്ട സമുച്ചയം സ്ഥാപിച്ചത് ഷാജഹാനാണ്. ചെങ്കോട്ടയിലേക്കുള്ള ഉയർന്ന കവാടം ബുലന്ദ് ദർവാസ എന്നറിയപ്പെടുന്നു. ഡൽഹിയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ജഹാംഗീർ ആണ്. ആൻസർ എന്താണ് വരിക? തന്നിരിക്കുന്നവയിൽ ഒന്നും ശരിയല്ല എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന്റെ ഭാഗമല്ലാത്തത്? മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത്. 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യയെ സ്വതന്ത്രവും പരമാധികാരവുമായ ഒരു രാജ്യമായി പ്രഖ്യാപിച്ച നിയമമാണിത്. ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണർ ജനറലിന്റെ ഓഫീസ് ഈ നിയമം സ്ഥാപിച്ചു. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ ഡൊമിനിയനിൽ ചേരണമെന്ന് ഈ നിയമം നിർബന്ധിച്ചു. ഏതാണ് ഓപ്ഷൻ? ആൻസർ സി ആണ് കേട്ടോ. 4 മാത്രമാണ് ഭാഗമല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി വി കുഞ്ഞിരാമൻ. ആൻസർ എന്താണ് വരിക? മുകളിൽ പറഞ്ഞവരെല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിപ്ലവത്തെ കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ്. ബോൾഷെവിക്കുകളുടെ അന്തിമ ലക്ഷ്യം സോഷ്യലിസം സ്ഥാപിക്കുക എന്നല്ല, മറിച്ച് ഒരു റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്നതായിരുന്നു. ലെനിൻ സർക്കാരിന്റെ ആദ്യ പ്രവൃത്തി സമാധാന ഉത്തരവ് അംഗീകരിച്ചതായിരുന്നു. അതിലൂടെ റഷ്യ 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. റഷ്യക്ക് പല പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. 1-ാം ലോക മഹായുദ്ധ സമയത്ത് വീണുപോയ ഒരേയൊരു രാജവംശമായിരുന്നു റോമനോവ് രാജവംശം. ആൻസർ എന്താണ് വരിക? 1ഉം 3ഉം മാത്രമാണ് കേട്ടോ. 1ഉം 3ഉം. പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ് എന്നുള്ളതും, ലെനിൻ സർക്കാരിന്റെ ആദ്യ പ്രവൃത്തി സമാധാന ഉത്തരവ് അംഗീകരിച്ചതായിരുന്നു. അതിലൂടെ റഷ്യ 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. റഷ്യക്ക് പല പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള ചരിത്രത്തെക്കുറിച്ചുള്ള സ്രോതസ്സുകളെ കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച തുഹ്ഫത്തുൽ മുജാഹിദീൻ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ രാഷ്ട്രീയ ചരിത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. കേരളത്തെക്കുറിച്ചുള്ള പരാമർശം ഉൾക്കൊള്ളുന്ന ആദ്യ സംസ്കൃത കൃതിയാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദിവസേനയുള്ള പൂജകൾ നടത്തുന്നതിനായി ടിപ്പു സുൽത്താൻ വാർഷിക ഗ്രാന്റ് അനുവദിച്ചതായി ക്ഷേത്രരേഖകൾ തെളിയിക്കുന്നു. 14-ാം നൂറ്റാണ്ടിൽ കൊല്ലം സന്ദർശിച്ച സ്പാനിഷ് സഞ്ചാരികളായിരുന്നു മാർക്കോ പോളോയും നിക്കോളോ കോണ്ടിയും. ആൻസർ എന്താണ് വരിക? ബി ആണ് കേട്ടോ. 2ഉം 4ഉം ആണ് ശരിയല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിസ്സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1920 ഓഗസ്റ്റ് 1-ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ഹിന്ദുക്കൾക്കിടയിലെ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും
ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കലും പരിപാടികളുടെ ഭാഗമായിരുന്നു. ഏതു വിധേനയും സ്വയംഭരണം നേടിയെടുക്കുക എന്നതായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ചൗരി ചൗര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചു. ആൻസർ എന്താണ് വരിക? 1, 2, 4 ആണ് കേട്ടോ ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക, രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തിയെടുക്കുക, അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക, മനുഷ്യാവകാശങ്ങളോടും മൗലിക സ്വാതന്ത്ര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുക. ആൻസർ എന്താണ് വരിക? മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? വായിച്ചു നോക്കുക. ഏതാണ് തെറ്റ്? 1905 ഡോക്ടർ പൽപ്പു ആണ് സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് 1857 കലാപത്തിന്റെ ഫലമായി ഉണ്ടായത്? ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. സാമുദായിക പ്രാതിനിധ്യവും ഡയാർക്കിയും നിലവിൽ വന്നു. ആൻസർ എന്താണ് വരിക? 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രസ്താവനകളിൽ ഏതാണ് വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്? ആൻസർ ഏതാണ് വരിക? എ എന്നുള്ളതാണ് കേട്ടോ. അവ കൃത്യമായ ഉയരത്തിൽ വിശദാംശങ്ങൾ നൽകുന്നു. എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഭൂപ്രദേശത്തുണ്ടാകുന്ന തത്സമയ മാറ്റങ്ങൾ കണക്കിലെടുക്കുവാൻ അവയ്ക്ക് കഴിഞ്ഞേക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂമിശാസ്ത്രപരമായ സമയപരിധിക്കുള്ളിൽ ഒരു ഭൂപ്രദേശത്തെ രൂപപ്പെടുത്തുന്നതിൽ കാലാവസ്ഥയും ഭൂരൂപീകരണ പ്രക്രിയയും തമ്മിലുള്ള പരസ്പര ബന്ധം ഏറ്റവും നന്നായി വ്യക്തമാക്കുന്ന സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ എന്താ വരിക? ഒരു പെരിഗ്ലേഷ്യൻ പ്രദേശം. അവിടെ ആവർത്തിച്ചുള്ള തണുത്തുറയലും ഉരുകലും വസ്തുക്കളുടെ സ്ഥാനചലനത്തിനും ക്രമീകൃത ഭൂതല രൂപീകരണത്തിനും കാരണമാകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭാരതത്തിന്റെ ഭൂമിശാസ്ത്രാത്മക സവിശേഷതകൾ മൺസൂൺ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിക്കുന്നത് ഏത് പ്രസ്താവനയാണ്? ആൻസർ എന്താ വരിക? പടിഞ്ഞാറൻ ഘട്ടങ്ങൾ, കിഴക്കൻ ഘട്ടങ്ങൾ, ഹിമാലയങ്ങൾ, ഡെക്കാൻ പീഠഭൂമി എന്നിവ ഒരുമിച്ച് കൂടിയുള്ള ഓറോഗ്രാഫിക് ഫലങ്ങൾ, കാറ്റിന്റെ വഴിത്തിരിവ്, മഴനിഴൽ മേഖല എന്നിവ വഴി മൺസൂൺ മഴയുടെ പടർപ്പിനെ സ്വാധീനിക്കുന്നു. ഇത് പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭാരതീയ മൺസൂണിന്റെ തീവ്രതയും വ്യത്യാസവും എന്താണ് നിർണയിക്കുന്നത്? താഴെ പറയുന്നവയിൽ എന്താണ് ഏറ്റവും ഉചിതമായ വിശദീകരണം? ആൻസർ എന്താ വരിക? അന്തർ ട്രോപ്പിക്കൽ കോൺവെർജൻസ് സോൺ എന്നതിന്റെ സ്ഥാനമാറ്റം, ജെറ്റ് സ്ട്രീം, ഭൗമശാസ്ത്ര പ്രതിഘാതങ്ങൾ, ENSO സംഭവങ്ങൾ, എൽനിനോ, ലാനിനോ എന്നിവയുടെ സംയുക്ത സ്വാധീനമാണ് ഭാരതീയ മൺസൂൺ രൂപപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പാലക്കാട് ചുരത്തിന്റെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യ പ്രവർത്തനങ്ങളിലും ഉള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ എന്താണ് വരിക? ഇത് കാലാവസ്ഥ ഗേറ്റ്വേയായി പ്രവർത്തിക്കുന്നു. ഈർപ്പമുള്ള കാറ്റുകൾ മഴ വിതരണത്തെ സ്വാധീനിക്കാനും അതോടൊപ്പം സാമ്പത്തികവും ചരിത്രപരവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്തുവാനും സഹായിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത്? ആൻസർ എന്താണ്? ഘടകമൂല്യത്തിൽ അറ്റ ദേശീയ ഉൽപ്പന്നം, NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹഠാവോ, ദരിദ്ര നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടത്? ആൻസർ ഡി ആണ്, 5ാമത്തെ പഞ്ചവത്സര പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആയോഗിന്റെ ഘടനയെ കുറിച്ചുള്ള സത്യമായ പ്രസ്താവന ഏതൊക്കെയാണ്? ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നീതി ആയോഗിന്റെ ചെയർമാനാണ്. പ്ലാനിംഗ് കമ്മീഷനെ പോലെ നീതി ആയോഗിനും സ്ഥിരമായ 5 വർഷത്തെ കാലാവധിയുണ്ട്. നീതി ആയോഗിന്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു. നീതി ആയോഗ് ഒരു സ്വയംഭരണ ഭരണഘടനാ സ്ഥാപനമാണ്. ആൻസർ ഏതാണ് വരിക? 1ഉം 3ഉം മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നീതി ആയോഗിന്റെ ചെയർമാനാണ്. നീതി ആയോഗിന്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? നികുതി വരുമാനം വ്യക്തികളിൽ നിന്നും ബിസിനസ്സുകളിൽ നിന്നുമാണ് ഈടാക്കുന്നത്. എന്നാൽ നികുതിയേതര വരുമാനം ബിസിനസ്സുകളിൽ നിന്ന് മാത്രമാണ് ഈടാക്കുന്നത്. നികുതി വരുമാനം സർക്കാർ നിർബന്ധിതമായി ഈടാക്കുന്ന നികുതികളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. അതേസമയം നികുതിയേതര വരുമാനം സർക്കാർ സേവനങ്ങൾ, ഫീസ്, നിക്ഷേപങ്ങൾ എന്നിവ വഴി ലഭിക്കുന്നതാണ്. നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സർക്കാരിലേക്കുള്ള നിർബന്ധിത പേയ്മെന്റുകളാണ്. നികുതിയേതര വരുമാനത്തിന്റെ പിഴകളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉൾപ്പെടുന്നു. എന്നാൽ പലിശ വരുമാനം ഉൾപ്പെടുന്നില്ല. ഏതാണ് ശരിയായ പ്രസ്താവന? ഏതാണ്? നികുതി വരുമാനം സർക്കാർ നിർബന്ധിതമായി ഈടാക്കുന്ന നികുതികളിലൂടെ, അതാണോ? നോക്കൂ, ഏതാണ് വരിക? അല്ലെ, നികുതി ഈടാക്കുന്ന നികുതികളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. അതേസമയം നികുതിയേതര വരുമാനം സർക്കാർ സേവനങ്ങൾ, ഫീസ്, നിക്ഷേപങ്ങൾ എന്നിവ വഴി ലഭിക്കുന്നതാണ്. അപ്പൊ ഏതാണ്? 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വരുമാന കമ്മിയും ധനക്കമ്മിയും തമ്മിലുള്ള വ്യത്യാസം ശരിയായി വ്യക്തമാക്കുന്ന പ്രസ്താവന ഏത്? റവന്യൂ കമ്മി ഉണ്ടാക്കുന്നത് റവന്യൂ വരുമാനം റവന്യൂ ചെലവിനേക്കാൾ കുറവാകുമ്പോഴാണ്. അതേസമയം ധനക്കമ്മി പ്രതിനിധീകരിക്കുന്നത് കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്ന് അധികമായി വരുന്ന ആകെ ചിലവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു സംരംഭമാണ് നാഷണൽ ഗവേണൻസ് പ്ലാൻസ്. താഴെ പറയുന്ന ഏത് വകുപ്പുകളാണ് നാഷണൽ ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്? ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഭരണ പരിഷ്കാരങ്ങളുടെയും പൊതുപരിപാടികളുടെയും വകുപ്പ്, കേന്ദ്ര ഗവേണൻസ് വകുപ്പ്, ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി ഓഫീസ്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ബി ആണ്, 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. ഗവേണൻസ് പ്ലാൻസ് രൂപീകരിച്ചത് ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും ഭരണപരിഷ്കാരങ്ങളും പൊതുപരാതികളുടെയും വകുപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. പോലീസിംഗ്, അഴിമതി, മനുഷ്യാവകാശ ലംഘനങ്ങൾ, അഭിമാന കൊലകൾ. ആൻസർ ബി ആണ്, 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. അഴിമതിയും മനുഷ്യാവകാശ ലംഘനങ്ങളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്? 1985 ഭരണഘടനയിൽ ചേർത്തു. 52ാം ഭേദഗതി നിയമം 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻസർ എന്താണ് വരിക? ഓൾ ഓഫ് ദ എബവ് ആണ് കേട്ടോ.
വകുപ്പ് വൽക്കരണത്തിന്റെ 4 അടിസ്ഥാനങ്ങൾ 4 PS എന്നറിയപ്പെടുന്നു. 4 Ps എന്നറിയപ്പെടുന്നു. അവ ഏതെല്ലാം? ഉദ്ദേശ്യം, സ്ഥാനക്കയറ്റം, പ്രക്രിയ, വ്യക്തികളും സ്ഥലവും. ആൻസർ എന്താണ് വരിക? 1, 3, 4 ആണ്. ഉദ്ദേശ്യം, പ്രക്രിയ, പിന്നെ വ്യക്തികളും സ്ഥലവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ. എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതി. എല്ലാവർക്കും അന്തസ്സ്, സ്വാതന്ത്ര്യം, നീതി. സമത്വം, അസമത്വങ്ങൾ കുറയ്ക്കൽ, മനുഷ്യാവകാശങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൽ. ഇതിലേതാണ് 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം? ആൻസർ എന്താണ് വരിക? നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ എന്നുള്ളതാണ്. അതായത് ഓൺലി 1 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3-ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. നാഗാലാൻഡ്, മിസോറം, ജമ്മു ആൻഡ് കാശ്മീർ, മേഘാലയ. ആൻസർ എന്താണ് വരിക? ഇതെല്ലാം അല്ലെ, 1, 2, 3, 4. നാഗാലാൻഡ്, മിസോറം, ജമ്മു ആൻഡ് കാശ്മീർ, മേഘാലയ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത് എന്നാണത്? നവംബർ 26, 1949, ജനുവരി 26, 1950. അംഗീകരിക്കപ്പെട്ടത് നവംബർ 26, 1949, പിന്നെ നടപ്പിലാക്കിയത് ജനുവരി 26, 1950. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ്. ആൻസർ ബി, ആർട്ടിക്കിൾ 356. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മിനി റിവിഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി. ആൻസർ സി, 42-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എ, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ. കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണിത്? ആൻസർ എന്താണ് വരിക? ദുരവസ്ഥയിലാണ് അല്ലെ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ. കുമാരനാശാന്റെ ദുരവസ്ഥയിലുള്ള ആ വാക്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമ്പനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? ആൻസർ സി ആണ്, പടയണി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ ആര്? ആൻസർ ഡി, അയ്യാ വൈകുണ്ഠസ്വാമികൾ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് ശ്രീ PJ ആന്റണിയാണ്. സിനിമ ഏത്? ആൻസർ സി, നിർമാല്യം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കൂടുതൽ വേണമെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ കമന്റുമാണ് എനിക്കുള്ള ഊർജം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമ്പ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ ഏത്? ആൻസർ എ, സമുദ്രശില. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ആൻസർ ബി, കൊടുങ്ങല്ലൂർ. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏത്? ആൻസർ ഡി, സ്വദേശാഭിമാനി. ഒളിമ്പിക് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം? 1920. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ സി, വോളിബോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ബംഗ്ലാദേശിന്റെ ദേശീയ കളി ഏത്? ആൻസർ ഡി, കബഡി. താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏതാണ്? ലിബ്രെ ഓഫീസ് കാൽക്ക്, മൈക്രോസോഫ്റ്റ് എക്സൽ, ആപ്പിൾ നമ്പേഴ്സ്, ഗൂഗിൾ ഷീറ്റ്സ്. ആൻസർ ഡി ആണ്. മുകളിൽ പറഞ്ഞവ ഒന്നും ശരിയല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്താണെന്ന്? എന്താ പറയാ? മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് പ്ലാറ്റ്ഫോം ആണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത്? മൈക്രോസോഫ്റ്റ് ടീംസ്, ഗൂഗിൾ മീറ്റ്, സൂം, ഗൂഗിൾ ക്ലൗഡ്. ഏതാണ് ആൻസർ വരിക? മൈക്രോസോഫ്റ്റ് ടീംസ് പറ്റും അല്ലെ? പിന്നെ എന്താണ്? ഗൂഗിൾ മീറ്റ് പറ്റും. പിന്നെ എന്താണ്? സൂം മീറ്റിംഗ് പറ്റും. അപ്പൊ ഏതാണ്? 1, 2, 3 ആണ്. അപ്പൊ ഏതാണ്? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺലൈൻ ഹറാസ്മെന്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു? സൈബർ ബുള്ളിയിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാൻ, വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ്? വാൻ ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. ലാനിന് വാനിനേക്കാൾ വേഗതയുണ്ട്. വാനിന് ലാനിനേക്കാൾ വില കുറവാണ്. ലാനിന്റെ പൂർണ്ണനാമം ലാർജ് ഏരിയ നെറ്റ്വർക്ക് എന്നതാണ്. ആൻസർ എന്താണ് വരിക? 1, 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. വാൻ ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു എന്നുള്ളതും പിന്നെ എന്താണ്? ലാനിന് വാനിനേക്കാൾ വേഗതയുണ്ട് എന്നുള്ളതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. എല്ലാ വർഷവും ആഗസ്റ്റ് 23-ന് ആചരിച്ചു വരുന്നു. ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കൽ. ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നതാണ് ദേശീയ ബഹിരാകാശ ദിനം 2025-ലെ പ്രതിപാദം. ഇത് ചന്ദ്രന് വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയതാണ്. ഇത് ചൊവ്വ ഭ്രമണ പഥ ദൗത്യത്തിന്റെ വിജയസൂചകമായിട്ടുള്ള ആചരണമാണ്. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെ കുറിച്ച് പൗരന്മാർക്കിടയിൽ വർദ്ധിച്ച ആവേശവും അവബോധവും സൃഷ്ടിക്കുന്നു. ഇതില് ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ, ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതില് ആൻസർ എന്താണ്? ബി ആണ് കേട്ടോ. 1, 3, 5 ആണ് ശരിയായിട്ടുള്ളത്. 1, 3, 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രപഞ്ചത്തിലെ ഓരോ കണികയും മറ്റെല്ലാ കണികകളെയും F=G(m1m2/r² എന്ന ശക്തിയോടെ ആകർഷിക്കുന്നു എന്ന് ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കുന്നു. ഇത് G and R എന്നിവ യഥാക്രമം ഡാഷ് ആകുന്നു. ആൻസർ എന്താണ് വരിക? ന്യൂട്ടോണിയൻ ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ് G. പിന്നെ എന്താണ്? പിണ്ഡകേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരമാണ് R എന്നുള്ളത്. അപ്പൊ എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഗോള താപന സാധ്യത ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. കാർബൺ ഡൈ ഓക്സൈഡിനെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിൽ ഒരു ഹരിതഗൃഹ വാതകം കുടുക്കുന്ന താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്നു. ഒരു വാതകത്തിന്റെ GWP അതിന്റെ വികിരണ കാര്യക്ഷമതയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. GWP കണക്കാക്കാൻ റഫറൻസായി ഉപയോഗിക്കുന്ന വാതകമാണ് മീഥേൻ. GWP പലപ്പോഴും 100 വർഷത്തെ കാലയളവിലാണ് കണക്കാക്കുന്നത്. ഒന്നിലധികം ഹരിതഗൃഹ വാതകങ്ങളുടെ ആവാസ വ്യവസ്ഥയിലെ കൈമാറ്റങ്ങൾ സന്തുലിതമാക്കുന്നതിനും ഹരിതഗൃഹ വാതകങ്ങളുടെ ഉദ്വമനം കുറയ്ക്കുന്നതിനുമുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും GWP ആശയം ഉപയോഗിക്കുന്നു. ആൻസർ എന്താണ് വരിക? 1, 4, 5 ആണ് കേട്ടോ.
കാർബൺ ഡൈ ഓക്സൈഡിനെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിൽ ഒരു ഹരിതഗൃഹവാതകം കൊടുക്കുന്ന താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതും. പിന്നെ എന്താണ്, GWP പലപ്പോഴും 100 വർഷത്തെ കാലയളവിലാണ് കണക്കാക്കുന്നത്. ഒന്നിലധികം ഹരിതഗൃഹവാതകങ്ങളുടെ ആവാസ വ്യവസ്ഥയിലെ കൈമാറ്റങ്ങൾ സന്തുലിതമാക്കുന്നതിനും ഹരിതഗൃഹവാതകങ്ങളുടെ ഉദ്വമനം കുറയ്ക്കുന്നതിനുമുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും GWP ആശയം ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. IUPAC രസതന്ത്രത്തിലെ മികച്ച 10 സാങ്കേതിക വിദ്യകൾ 2024 പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കി ശരിയായ ഗ്രൂപ്പിംഗുകൾ തിരിച്ചറിയുക. ആക്റ്റീവ് അഡ്സോർപ്ഷൻ, അപ്റ്റാമേഴ്സ്, എംഎക്സീൻസ്, ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2016 ആധുനിക ആവർത്തക പട്ടികയിൽ 4 പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടു. അങ്ങനെ ആവർത്തന പട്ടികയിലെ 7ാമത്തെ പീരീഡ് പൂർത്തിയായി. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ നിന്ന് പുതുതായി ചേർത്ത മൂലകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒറ്റ മൂലകം തിരഞ്ഞെടുക്കുക. ആൻസർ ഡി, ലിവർമോറിയം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.